ഹരി ഓം. എല്ലാവർക്കും ഈ സായം സന്ധ്യയിലേക്ക് സ്വാഗതം. സംസ്കാര സംഘടന സേവ SPYSS NYC ഓൺലൈൻ മലയാളം എല്ലാ വ്യാഴാഴ്ച തോറും നടത്തിവരുന്ന ശ്രീമദ് ഭഗവത്ഗീത അധ്യയനത്തിന്റെ 111 ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ. ഈ ധന്യ മുഹൂർത്തത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ അധ്യയനം ചെയ്യുന്നത് 11ാം അധ്യായം വിശ്വരൂപ ദർശന യോഗത്തിലെ 7 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങളാണ്. ഇന്നിവിടെ ധ്യാന ശ്ലോകം ചൊല്ലുന്നത് സരിതാ മേനോനൊക്കെയാണ്. 7 മുതൽ 12 വരെയുള്ള ശ്ലോകങ്ങൾക്ക് ചാൻഡിങ് ഗൈഡൻസ് നൽകുന്ന ഗിരിജാക്കയാണ്. 7, 8, 9 ശ്ലോകം റിപ്പീറ്റ് ചെയ്യുന്നത് ഉഷാക്കയൊക്കെയാണ്. അതിന്റെ വിശദീകരണം നൽകുന്നത് രമാക്കെ. ശ്ലോകം 10, 11, 12 റിപ്പീറ്റ് ചെയ്യുന്നത് വനജയൊക്കെയാണ്. അതിന്റെ എക്സ്പ്ലനേഷൻ നൽകുന്നത് നമ്മുടെ ഗംഗയൊക്കെയാണ്. ബാക്കപ്പിനായി ചാൻഡിങ്ങിന് ഉഷാ മാധവനൊക്കെയും എക്സ്പ്ലനേഷനായി ഗിരിജ ആറാക്കയും നമ്മുടെ കൂടെ ഇന്ന് ഉണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ധ്യാന ശ്ലോകത്തിനായി സരിത അക്കയെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരിയോം അക്ക. ഹരിയോം. ഓം ഗുരുഭ്യോ നമഃ. ഓം ഗണേശായ നമഃ. ഓം സരസ്വതേ നമഃ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്തധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. നമോസ്തുതേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായ തഭദ്രനേത്ര ഏന ത്വയാ ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ. പ്രപന്ന പാരിജാതായ സ്തോത്രവൈത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗൗ ദഗ്ധഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാരുണമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയേന്ദ്രജല ഗാന്ധാര നീലോൽപല ശല്യഗ്രാഹവതി കൃപേണ വഹിനി കർണേന വേലാകുല. അശ്വത്ഥാമ വികർണഘോരമദ ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ. പാരാശര്യവജസ്തര സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനക കേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജനഷ്ടപദൈരഹര പേപീയമാനം മുദാ ഭൂയത് ഭാരത പങ്കജ കലിമല പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്നന്തി ദൈവൈസ്തദൈവ വേദൈ സംഗപദക്രമോപനിഷദൈ
കായന്തീയം സമാഗ ധ്യാനാവസ്ഥിതത്കഥൈന മനസ പശ്യന്തിയം യോഗിനോ യസ്യന്തം ന വിതുസുരസുരഗണാ ദേവായ തസ്മൈ നമഃ ഇതി ധ്യാനം. ഹരി ഓം. ഹരി ഓം അക്ക. അടുത്തായി 7 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളുടെ ചാൻഡിങ് ഗൈഡൻസിനായി ഗിരിജ അക്കയെയും റിപ്പീറ്റ് ചെയ്യാനായി ഉഷ കെ അക്കയെയും എക്സ്പ്ലനേഷനായി രമ അക്കയെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. വിശ്വദർശനം, വിശ്വരൂപ ദർശന യോഗം, അതിലെ 7ാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിക്കുന്നത്. വിശ്വരൂപത്തിൽ സകല ചരാചരങ്ങളും അടങ്ങിയിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ദേവന്മാരുടെ പേരെടുത്തു പറഞ്ഞ് അർജുനനെ അവരെ എല്ലാം തന്റെ വിശ്വരൂപത്തിൽ ദർശിക്കാൻ ഭഗവാൻ പറയുകയാണ്. വീണ്ടും വിസ്മയം ജനിപ്പിക്കുന്ന ഓരോ വസ്തുക്കളും കാണാം എന്ന്, അതും ശ്രീകൃഷ്ണ ശരീരത്തിൽ തന്നെ കാണാമെന്ന് ഭഗവാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 7ാമത്തെ ശ്ലോകം പഠിക്കാം. ഇഹൈകസ്ഥം ജഗത് കൃഷ്ണം ഇഹൈകസ്ഥം ജഗത് കൃഷ്ണം പശ്യാദ്യ സചരാചരം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി യച്ഛാന്യദ്രഷ്ടുമിച്ഛസി ഇഹൈകസ്ഥം ജഗത് കൃഷ്ണം പശ്യാദ്യ സചരാചരം ഇഹൈകസ്ഥം ജഗത് കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി ഇഹൈകസ്ഥം ജഗത് കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി ഇഹൈകസ്ഥം ജഗത് കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. അടുത്തതായി 8ാമത്തെ ശ്ലോകം നോക്കാം. ന തു മാം ശക്യസേ ദ്രഷ്ടും ന തു മാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷുഃ ദിവ്യം ദദാമി തേ ചക്ഷുഃ പശ്യ മേ യോഗമൈശ്വരം പശ്യ മേ യോഗമൈശ്വരം. ന തു മാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ന തു മാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷുഃ പശ്യ മേ യോഗമൈശ്വരം ദിവ്യം ദദാമി തേ ചക്ഷുഃ പശ്യ മേ യോഗമൈശ്വരം. ന തു മാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷുഃ പശ്യ മേ യോഗമൈശ്വരം. ന തു മാം ശക്യസേ ദ്രഷ്ടും
अनेनैव स्वचक्षुषा दिव्यं ददामि ते चक्षुः पश्य मे योगमैश्वरम्. അടുത്തതായി 9ാമത്തെ ശ്ലോകം പഠിക്കാം. സഞ്ജയ ഉവാച ഏവമുക്താ തതോ രാജൻ. सञ्जय उवाच एवमुक्त्वा ततो राजन् മഹായോഗേശ്വരോ ഹരിഃ महायोगेश्वरो हरिः ദർശയാമാസ പാർത്ഥായ दर्शयामास पार्थाय പരമം രൂപമൈശ്വരം. परमं रूपमैश्वरम्. ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ. एवमुक्त्वा ततो राजन् महायोगेश्वरो हरिः ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. दर्शयामास पार्थाय परमं रूपमैश्वरम्. ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ. ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. एवमुक्त्वा ततो राजन् महायोगेश्वरो हरिः दर्शयामास पार्थाय परमं रूपमैश्वरम्. ഹരി ഓം രമാക്ക. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മള് വിശ്വരൂപ ദർശന യോഗ എന്ന 11ാം ചാപ്റ്ററിലാണ് വന്നിരിക്കുന്നത്. ആ ഭഗവാന്റെ വിശ്വരൂപത്തെ ദർശിക്കാനായിട്ട് നമ്മൾ എല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ്. അപ്പൊ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന എന്ന അർത്ഥം. ആ വിശ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വം മുഴുവൻ നിറഞ്ഞ ആ രൂപത്തെ കാണാനായിട്ട് ഒരുങ്ങിയിരിക്കാനായി ഭഗവാൻ അർജുനനോട് പറയാണ്. അപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞ അധ്യായത്തിലൊക്കെ ഭഗവാന്റെ വിഭൂതികൾ അല്ലെ. ഭഗവാൻ പറയുന്നു, ഞാൻ സൂര്യനാണ്, ചന്ദ്രനാണ്, ഋഷിമാരാണ്, മാസത്തിലെ ഇന്ന മാസമാണ്. അങ്ങനെ ഈ കാണുന്ന ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവചരാചരങ്ങളും ഞാനാണ്, ഞാൻ എന്നിൽ നിന്നുണ്ടായ സൃഷ്ടിയാണ് എന്ന് പറയുമ്പോ നമുക്കൊന്നും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അർജുനനും വിശ്വാസം വരുന്നത്. കാരണം അർജുനൻ ഒരു മിത്രമായിട്ടാണ് ഭഗവാനെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു ബന്ധുവായിട്ടാണ് കാണുന്നത് അല്ലെ. അപ്പൊ അത്രയും ഇടയ്ക്കൊക്കെ ചില മായാവിദ്യകൾ കാണിക്കുന്നുണ്ടെങ്കിലും അത്രയും ഐശ്വര്യം നിറഞ്ഞ ഒരു രൂപമുണ്ട് എന്ന് നമുക്കൊന്നും അറിയുന്നില്ല. നമ്മളാ ഉണ്ണിക്കണ്ണനായിട്ടാണ് കാണുന്നത്. ഗോകുലത്തിൽ ഓടിക്കളിച്ച് നടക്കുന്ന കണ്ണൻ, പിന്നെ ഗോപികമാര് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കണ്ണൻ, അതല്ലെങ്കിൽ തന്നെ ഗോപന്മാരുടെ ഗോപാലനായിട്ട് വർത്തിക്കുന്ന കണ്ണൻ, അതുപോലെ ഗോവർദ്ധന പർവ്വതമൊക്കെ ഉയർത്തിയ ആ ഒരു കണ്ണൻ. എന്തൊക്കെയോ മായാജാലം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാലും ഭഗവാൻ ആരാണെന്ന് സ്വയം ഇവിടെ അർജുനന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അർജുനന്റെ ആ മിത്രമായിട്ടുള്ള, അല്ലെങ്കിൽ തന്നെ എല്ലാവരും ഉണ്ണിക്കണ്ണനായി കാണുന്ന ആ ഭഗവാന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ള രൂപം, അതുപോലെ സ്വഭാവം, സ്വന്തമായിട്ട് നമുക്കൊക്കെ ഓരോ ഭാവങ്ങള്, ഓരോ സ്വഭാവങ്ങളുണ്ട്, ഓരോ സ്വരൂപങ്ങളുണ്ട് അല്ലെ. അതൊന്നും നമ്മൾ പുറത്തെടുക്കാറില്ല. ഭഗവാനും ഇതുവരെ അതൊന്നും 2-3 പ്രാവശ്യം കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. ഒന്ന് യശോദാമ്മയ്ക്കാണ്. മണ്ണ് വാരിത്തുന്നു എന്ന് ഗോപികമാര് പരാതി പറഞ്ഞപ്പോ ഭഗവാനോട് പറയുന്നു വായ തുറക്കാൻ പറയാണ്. അപ്പൊ വായ തുറന്നപ്പോ യശോദാമ്മ കണ്ടതാ വിശ്വരൂപമായിരുന്നു. പക്ഷെ ഭഗവാൻ അറിയാം എന്റെ അമ്മയ്ക്ക് അതിനുള്ള അത് താങ്ങാനുള്ള കഴിവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതൊരു മായയാക്കി മാറ്റുകയാണ് ചെയ്തത്. പക്ഷെ വളരെ പവിത്രമായ പുണ്യവതിയായ ആ സ്ത്രീക്ക് അത് കാണാനുള്ള യോഗ്യതയുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രം
ഭഗവാൻ സ്വല്പം ഒന്ന് കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മായാരൂപത്തിൽ അതിനെ മാറ്റി. അതുപോലെ തന്നെ നമുക്കറിയാം, ദൂതിന് പോയ ഹസ്തിനപുരത്തിലേക്ക് ദൂതിന് പോയ ആ ഭഗവാനെ ദുര്യോധനൻ വേണ്ട പ്രകാരത്തിൽ സ്വീകരിക്കാതെ കണ്ട് വളരെ എന്താ പറയാ അവഹേളിക്കുന്ന ആ അവസ്ഥയിലും ഭഗവാൻ തന്റെ വിശ്വരൂപം ആരാണെന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്കത് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ ഭഗവാനും അതുപോലെ ആ വിശ്വരൂപത്തെ കാണിച്ചു കൊടുക്കുന്നു. ഇവിടെ എന്താണ്, കുറേ നാളായിട്ട് അർജുനനെ ഉപദേശിക്കുന്നു. അർജുനന് ആ കൂട്ടുകാരനെ അങ്ങോട്ട് വിശ്വാസമൊന്നും വരുന്നില്ല, ഞാൻ അതാണ് ഇതാണ് എന്നൊക്കെ പറയുമ്പോൾ. അങ്ങനെ ഇപ്പൊ കുറച്ച് വിശ്വാസമൊക്കെ വന്നു തുടങ്ങി. അതുകൊണ്ട് തന്നെ അർജുനൻ യോഗ്യനാണെന്ന് യോഗ്യത വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാൻ ആ വിശ്വരൂപത്തെ അർജുനനിലൂടെ നമുക്കും കാട്ടിത്തരാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇവിടെ ആദ്യത്തെ ശ്ലോകം വായിക്കാം. 7ാമത്തെ ശ്ലോകാണ്. ഇഹൈകസ്തം ജഗത് കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യ ദ്രഷ്ടുമിച്ഛതി. ഇഹ ഇവിടെ പറയാണ്, ഏകസ്തം ജഗത് കൃഷ്ണം, കൃഷ്ണം ജഗത് ആ മുഴുവൻ ലോകവും ലോകത്തിലും എന്താണ് സചരാചരങ്ങൾ, ചരമായിട്ടും അചരമായിട്ടും ഉള്ള എല്ലാ കാര്യങ്ങളെയും ഈ പശ്യ അദ്യ പശ്യ ഇപ്പോൾ കാണൂ എന്ന് പറയാണ്. കാരണം ഞാൻ എൻ്റെ വിശ്വരൂപം, ഞാൻ ആരെന്ന്, എന്നിൽ എന്തടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാൻ പോവാണ്. അപ്പൊ നീ കാണൂ. മമ ദേഹേ, എന്റെ ദേഹത്തിൽ എന്ന് പറയുന്നേ, ഗുഡാകേശ എന്റെ ദേഹത്തില് നീ എന്തൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു അതൊക്കെ കാണൂന്ന് പറയണ. യച്ച അന്യ ദ്രഷ്ടുമിച്ഛസി, നീ മറ്റേതെങ്കിലും കാര്യങ്ങളും നീ കാണാൻ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം ആ ഭഗവാനിൽ, ആ എന്റെ രൂപത്തിൽ നീ കണ്ടുകൊള്ളൂ എന്ന് പറയാണ്. അപ്പൊ എന്താണ്, ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ദേഹാണ് അല്ലെ. അതിപ്പോ ഈ പ്രപഞ്ചത്തെ മുഴുവനും ഒരു സ്ഥലത്ത് ഇപ്പൊ നമുക്ക് ഭഗവാന്റെ രൂപം പൊങ്ങുന്നതായിട്ട് കാണാം, നമുക്കും കാണാൻ സാധിക്കും. അങ്ങനെ അതില് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ പ്രപഞ്ചത്തെ മുഴുവനും ദർശിക്കൂന്ന് പറയാണ്, നമ്മളോടായിട്ടാണ് പറയുന്നത്. നമ്മളും ആ ഭഗവാനിലൊക്കെ വിശ്വാസം ഇല്ലാത്തവരും ഉണ്ട്, ഉള്ളവരും ഉണ്ട് അല്ലെ. ചിലപ്പോഴൊക്കെ നമുക്ക് വിശ്വാസം കുറച്ചൊക്കെ മാറിപ്പോവും. കാരണം നമ്മുടെ വിശ്വാസത്തിനും അതീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ സാധാരണക്കാരായ നമുക്ക് അങ്ങനെ വിശ്വാസം വരണം എന്നൊന്നുമില്ല. ഇനി കൂടുതലായി എന്തെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടോ, നീ അതും കാണുമെന്ന് പറയാണ്. അപ്പൊ നമ്മളുടെ ഒരാളെ ഇപ്പൊ നമ്മൾ കാണുകയാണ്, നമ്മൾ വിചാരിക്കും ഓ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യൻ. കൂടുതലായി അടുത്ത് കാണുമ്പോഴാണ് നമുക്കറിയാം അദ്ദേഹത്തിന്റെ അപാരമായ കഴിവ്. ആ സത്വ രജസ്തമോ ഗുണങ്ങളിൽ സത്വരജം നിറഞ്ഞ അദ്ദേഹത്തിന്റെ ആ ഒരു സാത്വിക പ്രവർത്തനങ്ങള് ഒക്കെ കാണുമ്പോ നമുക്ക് അതിശയമായിട്ട് തോന്നും അല്ലെ. നമ്മൾ തന്നെ ഞെട്ടിപ്പോകും. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ ഭഗവാനും. ആ ഭഗവാന്റെ രൂപം കാണിക്കുകയാണ്. ഇതുവരെ നമുക്കൊന്നും അറിയുന്നില്ല. ഉണ്ണിക്കണ്ണനോടൊപ്പം നമ്മളും കളിച്ച് മുന്നോട്ട് പോവായിരുന്നു. അപ്പോ ഇതാ ഭഗവാന്റെ വിശ്വരൂപം കണ്ടോളൂ അർജുന, എന്റെ രൂപം കാണൂ എന്ന് പറഞ്ഞ് ഭഗവാൻ കാണിക്കാൻ പോകാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്. എന്താണ്? നതുമാം ശക്യസേ ദ്രഷ്ടും അനേനൈവ സ്വചക്ഷുഷാ ദിവ്യം ദദാമി തേ ചക്ഷുഃ പശ്യമേ യോഗമൈശ്വരം. 8ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, നതുമാം ശക്യസേ ദ്രഷ്ടും, മാം എന്നെ നിനക്ക് ദ്രഷ്ടും ന ശക്യസേ, നിനക്ക് കാണാൻ കഴിയില്ല. നിന്റെ ആ കണ്ണുകൾ കൊണ്ട് എന്നെ കാണാൻ കഴിയില്ല. അതിന് എന്ത് വേണം എന്നാണ് പറയണേ? സ്വചക്ഷുഷാ ന ദ്രഷ്ടും ശക്യസേ, സ്വന്തം കണ്ണുകളെ കൊണ്ട് എന്നെ കാണാൻ സാധിക്കില്ല. പിന്നെ എന്ത് വേണം? ദിവ്യം ചക്ഷുഹു തേ ദദാമി, നിനക്കായിക്കൊണ്ട് തേ ചക്ഷു, ദിവ്യം ചക്ഷുഹു, ദിവ്യമായ ചക്ഷുക്കളെ ഞാൻ നിനക്ക് ദദാമി, അഹം ദദാമി, ഞാൻ തരാണ്. പശ്യമേ യോഗമൈശ്വരം, എന്താണ് പറയണേ? എന്നിലുള്ള ആ ഈശ്വര അവസ്ഥയെ, ആ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങള്,
ഒരാളിൽ കാണുമ്പോൾ നമ്മൾ ഈശ്വരനായിട്ട് കാണുന്നു അല്ലെ. ഓരോ ഋഷിമാര് അല്ലെങ്കിൽ യോഗിമാര് അവരൊക്കെ നമ്മൾ വിശ്വസിക്കാനും പറ്റില്ല. അതീതമായിട്ടുള്ള കഴിവുകള്, പരമമായിട്ടുള്ള ഐശ്വര്യപൂർണമായ കഴിവുകൾ കാണുമ്പോ നമ്മള് ഞെട്ടിപ്പോവാണ്. നമ്മൾ അങ്ങനെ ഭഗവാനായിട്ട് അങ്ങനെ വിശ്വസിച്ച് അതല്ലേ ഇപ്പൊ പല ഋഷിമാരൊക്കെ നമ്മള് ഭഗവാനായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ പറയാണ് യോഗമൈശ്വര, ഈശ്വര അവസ്ഥയെ നമുക്ക് എന്താണ്, നമ്മൾ പല കാര്യങ്ങളും നമുക്ക് ചില നേരത്തൊക്കെ നമ്മളെ ഒരു ദൈവാനുഗ്രഹം നമുക്ക് കിട്ടുമ്പോ നമുക്കറിയാം അത് നമ്മുടെ കഴിവല്ല, അത് ഒരാളുടെയും കഴിവല്ല. അപ്പൊ നമ്മളത് ഈശ്വരനായിട്ട് കാണുകയാണ് അല്ലെ. അങ്ങനെ ഈശ്വര അവസ്ഥ നമ്മൾക്കും അതീതമായിട്ടുള്ള ആ പരമജ്യോതിസായിട്ടുള്ള ഈശ്വര അവസ്ഥയെ കാണുന്നു പറയാണ് ആരോട്, അർജുനനോട്. അപ്പൊ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കില്ല, അതുകൊണ്ട് തന്നെ ചക്ഷുസ്സുകള് ദിവ്യമായ ചക്ഷുസ് കൊടുത്തുകൊണ്ട് ആ ഈശ്വരസ്തുതിയെ കണ്ടുകൊള്ളുക എന്ന് പറയാണ്. അപ്പൊ ഒരു ഉത്തമനായ ശിഷ്യന് അല്ലെങ്കിൽ ഗുരു ഈ ശിഷ്യന് കൊടുക്കുന്ന ഒരു കഴിവാണ് അല്പനേരത്തേക്ക് ആ ഗുരുവിനെ മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥയ്ക്കായിക്കൊണ്ട് ചക്ഷുസ് കൊടുക്കാൻ സാധിക്കുന്ന പറയുന്നേ. അതുപോലെ തന്നെ ഈശ്വരനും അങ്ങനെ കൊടുക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ തന്റെ ആ വിശ്വരൂപത്തെ ഭഗവാൻ പ്രദർശിപ്പിക്കാനായിട്ട് തയ്യാറാവുകയാണ്. അതിനെ ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവ്, അതിന് യോഗ്യനായിട്ടുള്ള ഒരാളാണ് അർജുനൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ആ ദിവ്യ ചക്ഷുസ് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്കും കാണാം, വ്യാസ ഭഗവാൻ സഞ്ജയനും കൊടുത്തിരുന്നു. ആ കുരുക്ഷേത്ര യുദ്ധത്തിലെ കാര്യങ്ങൾ അറിയാനായിട്ട് അന്ധനായ ധൃതരാഷ്ട്രർക്ക് അതിന് അവിടുത്തെ കാര്യങ്ങൾ കാണാനോ അറിയാനോ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദിവ്യ ചക്ഷുസ് സഞ്ജയന് കൊടുത്തുകൊണ്ട് സഞ്ജയൻ പറയുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇവിടെ നടക്കുന്നതൊക്കെ ആ സഞ്ജയൻ തന്റെ രാജാവായിരിക്കുന്ന ധൃതരാഷ്ട്രക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഭഗവത്ഗീതയിലെ കാര്യങ്ങളൊക്കെ തന്നെ. അപ്പൊ അടുത്ത ശ്ലോകത്തില് പറയാണ്, സഞ്ജയ ഉവാച ഏവമുക്ത്വാ തതോ രാജൻ മഹായോഗേശ്വരോ ഹരിഃ ദർശയാമാസ പാർത്ഥായ പരമം രൂപമൈശ്വരം. പറയാണ് സഞ്ജയ ഉവാച, സഞ്ജയൻ പറയാണ് ഇങ്ങനെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ അർജുനനായിക്കൊണ്ട് ദിവ്യ ചക്ഷുസിനെ കൊടുക്കാൻ പോകുന്നു എന്നുള്ള വിവരം സ്വന്തം രാജാവിനെ അറിയിക്കുകയാണ്. ഏവമുക്ത, അങ്ങനെ പറഞ്ഞുകൊണ്ട് രാജൻ മഹായോഗീശ്വരോ ഹരിയ, മഹായോഗേശ്വരനായിരിക്കുന്ന ആ ഹരി, ആ വിഷ്ണു ദർശയാമാസ പാർത്ഥായ പരമം രൂപം, പാർത്ഥായ പാർത്ഥനായിക്കൊണ്ട് പരമ രൂപം പരമമായ ആ വിശ്വരൂപത്തെ, എങ്ങനെയുള്ളതാണ് ഐശ്വരം, ഈശ്വരാവസ്ഥയിലുള്ള ഐശ്വര്യമായിട്ടുള്ള വിശ്വരൂപത്തെ പാർത്ഥായ പാർത്ഥനായിക്കൊണ്ട് ദർശയാമാസ കാണിക്കപ്പെട്ടു എന്ന് പറയാണ്. അപ്പോ ഭഗവാൻ തന്റെ വിശ്വരൂപത്തെ കാണിച്ചു കൊടുക്കുന്ന ആ രംഗത്തെ തന്റെ രാജാവിനായിക്കൊണ്ട് സങ്കല്പത്തിനനുസരിച്ച് ഏത് രൂപത്തിലും മാറാൻ കഴിയുന്ന ആ യോഗേശ്വരനായിരിക്കുന്ന ഭഗവാന്റെ, ഹരിയുടെ, വിഷ്ണുവിന്റെ, ആ ലോകാധിപതിയായിരിക്കുന്ന ഭഗവാന്റെ ആ വാക്കുകളെ സഞ്ജയൻ തന്റെ രാജാവിനായിക്കൊണ്ട് വീണ്ടും അരുളി ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ പാർത്ഥന് മുന്നിൽ കണ്ണുകള് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ തുടർന്ന് എന്താ കാണുന്നത്, മുഴുവൻ ആ വിശ്വരൂപത്തില്. അപ്പൊ പറയാണ് അവിടെ ഏതൊരു കാര്യവും നമുക്ക് കാണാൻ സാധിക്കും, ആ അർജുനന് കാണാൻ സാധിക്കും. നമ്മളും അർജുനന്റെ ഒപ്പം പോയിക്കൊണ്ട് നമുക്കും അതൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളും ഈ ഒരു വിശേഷപ്പെട്ട അധ്യായമാണ് 11-ാമത്തെ. നമ്മളും അതോടൊപ്പം തന്നെ ആ ഭഗവാന്റെ രൂപം കണ്ടുകൊണ്ട് നമുക്കും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് പറയാണ്. അപ്പൊ ഗുരുവായിട്ടുള്ള ആ ഉത്തമ ശിഷ്യനായിക്കൊണ്ട്
ദിവ്യദൃഷ്ടിയെ നൽകുകയാണ് ഭഗവാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഭഗവാന്റെ ആ ചേഷ്ടകളൊക്കെ, ബാലലീലകളൊക്കെ കണ്ടുവന്നു നമ്മള്. അപ്പൊ അതുപോലെ അതാരാണ്, ആ ഒരു ഭഗവാന്റെ, അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഭഗവാൻ ഇതെല്ലാം ചെയ്യാനും ഒക്കെ സാധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ഇവിടെ യുദ്ധസമയത്തും ഇത് തന്നെയാണ്. നമ്മള് ഒരു യുദ്ധം നടക്കുമ്പോ നമ്മള് പ്രതിപക്ഷം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അവരുടെ ശക്തി എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തിക്കാൻ എന്ന ഒരു തത്വമാണ് നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ അതറിയുമ്പോ, ഇപ്പൊ ഒരാളെ കാണുമ്പോ നമ്മൾ അങ്ങ് പെട്ടെന്ന് ഒന്നും പറയില്ല. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് അദ്ദേഹത്തിലുള്ള ആ സത്വ കർമ്മങ്ങൾ, പ്രവർത്തികള്, സത്വസ്ഥിതികൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മള് അദ്ദേഹത്തിനോട് പെരുമാറണം എന്നുകൂടിയാണ് നമുക്ക് പറഞ്ഞു തരികയാണ് ഇത് തന്നെയാണ് അർജുനനും ഉണ്ടായത്. അർജുനന് ബോധക്ഷയമൊക്കെ വന്ന് വളരെ അഹങ്കാരത്തോടു കൂടി വന്നതാണ്. വില്ലാളി വീരനായ ഞാൻ ഏതൊരു യുദ്ധത്തിലും ഞാൻ തന്നെ ജയിക്കുമെന്നുള്ള അഹങ്കാരത്തോടു കൂടി വന്ന്, അങ്ങനെയാണ് ആ അടുത്ത എതിർപക്ഷത്തെ ഒന്ന് കാണാൻ വേണ്ടി ഭഗവാനോട് പറയുന്നത്, രഥത്തെ കൊണ്ടുപോയി നിർത്തി. കണ്ടു കഴിഞ്ഞപ്പോഴോ സ്വജനങ്ങളെ കണ്ടു, എല്ലാവരെയും ഗുരുക്കന്മാരെ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ എന്തായി, ആ തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. ആ ശക്തി ശക്തിയല്ല ഇവിടെ, ആ ഒരു ബന്ധം, മമത, ആ ഒരു ശക്തി കൊണ്ട് എന്തായി തളർന്നു പോവാണ്. എനിക്ക് അവരെ കൊല്ലാൻ സാധിക്കില്ല എന്നതുപോലെ ഇവിടെ വിശ്വരൂപത്തെ കാണാൻ പോവാണ് അർജുനൻ. ഭഗവാൻ വിശ്വരൂപത്തില് വരാൻ പോകുന്നു. അത് കഴിഞ്ഞ് നമുക്ക് ആ വിശ്വരൂപത്തില് എന്തൊക്കെയാണ് ഭഗവാന്റെ ആ സൃഷ്ടികള്, സർവചരാചരങ്ങളെയും ഭഗവാൻ തന്നെ സൃഷ്ടിച്ചു. അപ്പൊ ഭഗവാനാണോ? ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പരമമായ ജ്യോതിസ്, ആ ബ്രഹ്മമാണ്. ആ ബ്രഹ്മം നമ്മൾക്കെല്ലാം അതീതമായിട്ടുള്ള, ആ ബ്രഹ്മത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചം, ഈ സർവചരാചരങ്ങള് എല്ലാം തന്നെ വളരെ അത്യുഗ്രമായതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ കഴിവുകൊണ്ടൊന്നും ഒന്നും സാധിക്കില്ല. ചിലപ്പോഴൊക്കെ തോന്നും എനിക്ക് എല്ലാം സാധിക്കും, എനിക്ക് വിദ്യാഭ്യാസം ഉണ്ട്, എല്ലാം ചെയ്യാൻ സാധിക്കും, എനിക്ക് പൈസ ഉണ്ട്, എല്ലാം ചെയ്യാൻ സാധിക്കും. പക്ഷെ അതൊന്നും പോകില്ല. ആ ഒരു തേജസ്സിനെ നമ്മൾ മാനിച്ചുകൊണ്ട്, നമ്മളെക്കാൾ ഉയർന്ന തരത്തിലുള്ള ഒരു തേജസ് ഉണ്ട്. ആ തേജസ്സിനെ എല്ലാം നമ്മളെ നിയന്ത്രിക്കാനും നമ്മളെ നല്ല രീതിയിൽ നടത്താനും എല്ലാം സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഈശ്വര ചിന്തയിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു അറിയിപ്പ് നമുക്ക് അറിയാൻ നമ്മൾ ശ്രമിക്കണം. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ആ വിശ്വരൂപത്തിലൂടെ, വിശ്വരൂപ ദർശനത്തിലൂടെ കടന്നു പോകുന്ന നമുക്ക് എല്ലാം തന്നെ അർജുനോടൊപ്പം കാണാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹരി ഓം. ഹരി ഓം. അടുത്തായി ശ്ലോകം 10, 11, 12 റിപ്പീറ്റ് ചെയ്യാനായി വനജാക്കെയും എക്സ്പ്ലനേഷനായി ഗംഗാക്കെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഹരി ഓം. ശ്ലോകം 10 പഠിക്കാം. അനേകവക്ത്രനയനം അനേകവക്ത്രനയനം അനേകാത്ഭുതദർശനം അനേകാത്ഭുതദർശനം അനേകദിവ്യാഭരണം അനേകദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം ദിവ്യാനേകോദ്യതായുധം അനേകവക്ത്രനയനം അനേകാത്ഭുതദർശനം അനേകവക്ത്രനയനം അനേകാത്ഭുതദർശനം അനേകദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം അനേകദിവ്യാഭരണം ദിവ്യാനേകോദ്യതായുധം
अनेकवक्त्रनयनम् अनेकाद्भुतदर्शनम् अनेकदिव्याभरणम् दिव्यानेकोद्यतायुधम् अनेकवक्त्रनयनम् अनेकाद्भुतदर्शनम् अनेकदिव्याभरणम् ദിവ്യാനേകോദ്യതായുധം. അടുത്തതായി 11-ാം ശ്ലോകം പഠിക്കാം. ദിവ്യമാലാംബരധരം ദിവ്യമാലാംബരധരം ദിവ്യഗന്ധാനുലേപനം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം അനന്തം വിശ്വതോമുഖം ദിവ്യമാലാംബരധരം ദിവ്യഗന്ധാനുലേപനം ദിവ്യമാലാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം ദിവ്യമാലാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം ദിവ്യമാലാംബരധരം ദിവ്യഗന്ധാനുലേപനം സർവാശ്ചര്യമയം ദേവം അനന്തം വിശ്വതോമുഖം. അടുത്തതായി 12-ാം ശ്ലോകം പഠിക്കാം. ദിവി സൂര്യസഹസ്രസ്യ ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗപദുസ്ഥിതാ ഭവേദ്യുഗപദുസ്ഥിതാ യദി ഭാഃ സദൃശീ സാ സ്യാത് യദി ഭാസദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ വാസസ്തസ്യ മഹാത്മനഃ ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗപദുസ്ഥിതാ ദിവി സൂര്യസഹസ്രസ്യ ഭാവേദ്യുഗപദുസ്ഥിതാ യദി ഭാഃ സദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ യദി ഭാസദൃശീ സാ സ്യാത് വാസസ്തസ്യ മഹാത്മനഃ ദിവി സൂര്യസഹസ്രസ്യ ഭവേദ്യുഗപദുസ്ഥിതാ യദി ഭാഃ സദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മനഃ ദിവി സൂര്യസഹസ്രസ്യ ഭാവേദ്യുഗപദുസ്ഥിതാ യദി ഭാസദൃശീ സാ സ്യാത് വാസസ്തസ്യ മഹാത്മനഃ. ഹരി ഓം. ഹരി ഓം. നമ്മള് ഭഗവാൻ അർജുനന് കാട്ടിക്കൊടുത്ത വിശ്വരൂപം എങ്ങനെയായിരുന്നു എന്നാണ് ഈ 10-ാമത്തെ ശ്ലോകത്തിലും 11-ാമത്തെ ശ്ലോകത്തിലും ഒക്കെ വിവരിക്കുന്നത്. ഭഗവാന്റെ വിശ്വരൂപ ദർശനം എങ്ങനെയായിരുന്നു എന്നതാണ് വിവരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്, നമ്മളിങ്ങനെ കാണാൻ പോവാണ്. അപ്പം ഇത് കേൾക്കുമ്പോ ഓരോ യോഗ ബന്ധുക്കളും ഭഗവാനെ മനസ്സാ ആ ഒരു രൂപത്തിലേക്ക് ദർശിക്കാൻ ശ്രമിക്കാം.
ബിക്കോസ് ഭഗവാൻ നമുക്ക് വിശ്വരൂപ ദർശനം കാണിച്ചു തരണമാതിരി നമ്മൾ അർജുനന്റെ അത്ര ഒന്നും ആയില്ല, എന്നാലും നമുക്ക് മനസ്സുകൊണ്ട് നോക്കാം. എങ്ങനെയാ പറഞ്ഞിരിക്കണ? അനേക വക്ര നയനം, അനേകാത്ഭുത ദർശനം, അനവധി മുഖങ്ങള്, ആ മുഖങ്ങളിലൊക്കെ അത്രയും കണ്ണുകള്, അനേക അദ്ഭുത ദർശനം. എന്തുകൊണ്ടാ അദ്ഭുത ദർശനം? ആ പ്രപഞ്ചം തന്നെ ആയിരിക്കുന്ന വിശ്വരൂപത്തിലാണ്. എന്ത്? അനേക ആശ്ചര്യതരങ്ങളായ കാഴ്ചകള്. പിന്നെയോ അനേക ദിവ്യാഭരണം, അസംഖ്യം ദിവ്യാഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട് ഭഗവാൻ. ദിവ്യാനേകോദ്യതായുധം, പിന്നെയോ ആയുധങ്ങള്, ദിവ്യങ്ങളായിട്ടുള്ള അനേകം ആയുധങ്ങളും ഭഗവാൻ കയ്യില് അങ്ങനെ ഉയർത്തി പിടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ അത്രയും അത്ഭുതകരമായിട്ടുള്ള ഒരു ദിവ്യ ദർശനമാണ് ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുത്തത്. തീർച്ചയായിട്ടും അർജുനന് ഈ ഒരു ഇത് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയും? എന്താച്ചാ തന്റെ തേർത്തട്ടില് ഇത്രയും നേരം സാരഥിയായിട്ട് നിന്നു, തന്റെ ബന്ധുവാണ്, തന്റെ ഫ്രണ്ടാണ്, സഖാവാണ്, അങ്ങനെയായിട്ടുള്ള കൃഷ്ണനാണ് ഇപ്പൊ ആകാശം മുട്ടെ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശ്വരൂപമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പൊ അർജുനന് വീണ്ടും കാണുകയാണ്, ഇത്രയും കാലം താൻ വേറെ 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 എന്ന് ചിന്തിച്ചതൊക്കെ ഒരേ ഒരു ശരീരത്തില്, ഭൂമിയല്ല, വെള്ളമല്ല, ആകാശമല്ല, എല്ലാം ഒരേ ശരീരത്തില്. അപ്പൊ വിശ്വരൂപം കണ്ട ആ അർജുനന്റെ മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലെ. നമ്മൾ തന്നെ ഒന്ന് ഒരു മിനിറ്റ് ആലോചിച്ച് നോക്കൂ. ഭഗവാനെ ഇങ്ങനെ കാണുകയാണ്, ഭഗവാൻ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്, ഭഗവാന്റെ കണ്ണുകൾ എവിടെ നോക്കിയാലും നമ്മള്, അപ്പൊ അതാണ് അത്രയധികം കണ്ണുകള്, അദ്ഭുത ദർശനം, ആശ്ചര്യകരമായ നിരവധി കാഴ്ചകള്, അസംഖ്യം ദിവ്യാഭരണങ്ങള്, ദിവ്യ ആയുധങ്ങള്, ഇത്രയും അത്ഭുതമായ ഒരു ദർശനം അർജുനൻ എങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും? കാരണം തന്റെ തേരാളി, തന്റെ സഖാവ്, തന്റെ ബന്ധു ഇപ്പതാ അങ്ങനെ കാണുന്നു. ഇതിപ്പോ എങ്ങനെ സംഭവിക്കുക? അർജുനൻ ആകെ വളരെ ആശ്ചര്യപരവശനായിട്ടാണ്. അർജുനന് മനസ്സിലാവണില്ല ഭഗവാനെ ഇത് ഭഗവാൻ തന്നെ എന്ന് മനസ്സിലാക്കാൻ, ആ ഒരു ഉൾക്കൊള്ളാനുള്ള ആ ഒരു പ്രാപ്തിയിലേക്ക് അർജുനൻ എത്തിപ്പെടുന്നേ ഉള്ളൂ. അതാണ് അടുത്ത ശ്ലോകങ്ങളില് 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ദിവ്യമാലാംബരധരം, ദിവ്യങ്ങളായിട്ടുള്ള മാലകളും മാല്യങ്ങളും, അമ്പരം എന്ന് പറഞ്ഞാൽ വസ്ത്രവും ധരിച്ചിട്ടുണ്ട്. ഒപ്പം വിശ്വരൂപം ദർശിച്ചപ്പോ എന്തെന്നില്ലാത്തൊരു സുഗന്ധാണ്, ദിവ്യഗന്ധാനുലേപനം. അതായത് ദിവ്യഗന്ധമുള്ള കുറെ കുറിക്കൂട്ടുകളൊക്കെ പൂശിയ സർവൈശ്വര്യമായ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു സുഗന്ധം ആ പ്രപഞ്ചം മുഴുവനും നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല. ഇത്ര നല്ലൊരു സുഗന്ധം, എവിടുന്ന് എത്ര അധികം കുറിക്കൂട്ടുകളൊക്കെ കൂട്ടി ഇത്ര നല്ല സുഗന്ധം, ഇത്ര നല്ല ഗന്ധം എങ്ങനെയാ ഉണ്ടാവണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും ആശ്ചര്യകരം. എവിടെ നോക്കിയാലും ഭഗവാൻ മാത്രം. എന്താ പറയണത്? സർവാശ്ചര്യമയം ദേവം, ദിവ് എന്ന് പറഞ്ഞാൽ പ്രകാശം, ദിവ്യകാന്തി, ഭഗവാന്റെ ദിവ്യകാന്തി, അനന്തം. അർജുനൻ എവിടെയൊക്കെ നോക്കണോ അവിടെയൊക്കെ ഭഗവാനാണ്. എവിടെയൊക്കെ വിശ്വതോ മുഖം, എല്ലാ ഭാഗത്തും അർജുനൻ എവിടെ നോക്കുന്നോ അവിടെയൊക്കെ ഭഗവാൻ. അപ്പൊ ഭഗവാനെ തന്നെ നോക്കി നിൽക്കണമെന്ന് അർജുനന് തോന്നാം. കിഴക്ക് ഭാഗത്തുനിന്ന് നോക്കുമ്പോ ഭഗവാൻ ഉണ്ടാവും, അവിടുന്ന് നോക്കണം, ഭഗവാൻ തന്നെ നോക്കണം. അപ്പൊ പടിഞ്ഞാറേക്ക് നോക്കിയാലോ അവിടുന്ന് ഭഗവാൻ തന്നെ നോക്കണം. അപ്പൊ ഏത് ഭാഗത്തുനിന്ന് നോക്കിയാലും അർജുനൻ എന്താ തോന്നുന്നത്? എല്ലായിടത്തും ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ ആ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന മുഖമുള്ള ആ വിശ്വരൂപത്തെയാണ് അർജുനൻ കാണുന്നത്. ദിവ്യങ്ങളായിട്ടുള്ള മാലകളുണ്ട്, വസ്ത്രങ്ങളുണ്ട്, ദിവ്യമായ ഗന്ധം, സുഗന്ധപൂരിതമാണ്. അർജുനൻ ഇപ്പൊ ഒരു മായാലോകത്തെത്തിയ പോലെയുള്ള ഒരു അത്ഭുത കാഴ്ചയാണ്. ദിവ്യകാന്തിയുള്ള, കണ്ണെത്താ ദൂരത്തോളം നിറഞ്ഞു നിൽക്കുന്ന ആ വിശ്വരൂപത്തെ അർജുനൻ കണ്ണിറയെ കാണുകയാണ്. ഭഗവാനെ ഇങ്ങനെ
എന്താ പറയാ, മനോഹരമായിട്ടുള്ള ആ ദിവ്യരൂപം, ആ സന്തോഷം ഇങ്ങനെ നുകരുകയാണ് അർജുനൻ. അത്രയ്ക്ക് സന്തോഷമായി ഭഗവാനെ ഇത്ര അധികം കാണാൻ, ഇത്ര ഒരു വൈഭവത്തിൽ കാണാൻ സാധിച്ചതിൽ അർജുനന് തന്നെ വളരെയധികം സന്തോഷാവാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ശ്ലോകത്തിൽ എന്താ പറയണം? ദിവി സൂര്യ സഹസ്രസ്യ ഭവേ ദ്യുഗപദുത്ഥിത യദിഭാ സദൃശീ സാ സ്യാത് ഭാസസ്തസ്യ മഹാത്മന. 12ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, 1000 സൂര്യ സഹസ്രസ്യ, 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാലുള്ള അതേ തേജസ്സിനെ വർണ്ണിക്കുകയാണ് ഈ 12ാമത്തെ ശ്ലോകത്തില്. അപ്പൊ ആകാശത്തില് 1000 സൂര്യന്മാരുടെ യുഗപദ് എന്ന് പറയുന്നുണ്ട്, ഒന്നിച്ചുള്ള ഉദിച്ചുയരല്. അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള കാന്തി ആലോചിച്ച് നോക്കൂ. 1000 സൂര്യന്മാർ, അങ്ങനെയുള്ള കാന്തി അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എത്ര കാന്തി ഉണ്ടാകും? അത്രയും കാന്തി ആ സർവത്ര പരന്ന് കിടക്കുകയാണ്. മഹത്തായ രൂപത്തോടു കൂടിയ ആ വിശ്വരൂപന്റെ കാന്തിക്ക് തുല്യമായിട്ട് വേറെ ഒന്നുമില്ല. അത്രയും കാന്തിയോടെയാണ് ഭഗവാൻ ദർശനം കൊടുത്തിരിക്കുന്നത്. ആ ഒരു വിശ്വരൂപത്തെയാണ്, അത്രയും കാന്തിയോടുകൂടിയുള്ള വിശ്വരൂപത്തെയാണ് അർജുനൻ കാണുന്നത്. അതാണ് നമ്മള് ഒരു സൂര്യന്റെ നട്ടുച്ചയ്ക്ക് ഒരു സൂര്യന്റെ തീക്ഷ്ണമായ ജ്വാല നമ്മള് മനുഷ്യർക്ക് അതുപോലും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ ഒരു സെക്കൻഡ് നേരം സൂര്യഭഗവാനെ നമ്മള് നട്ടുച്ചയ്ക്കൊന്ന് നോക്കി നിൽക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോഴാണ് 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ചാലുണ്ടാവുന്ന അത്രയും തേജസ്സോടുകൂടെ ആ രൂപത്തെ അർജുനൻ കാണുന്നത്. ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, ഭഗവാന്റെ യോഗൈശ്വര്യം നമ്മൾ പറയുകയാണെങ്കില് ഇവിടെ ഈ വിശ്വരൂപ ദർശനം ഭഗവാൻ അർജുനന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അർജുനൻ മാത്രമേ ഇത് കാണുള്ളൂ. പക്ഷെ അർജുനൻ എന്താ തോന്നുന്നത്? ലോകം മുഴുവൻ, അതായത് എവിടെ നോക്കിയാലും ഭഗവാനല്ലേ. അപ്പൊ പാണ്ഡവരും കൗരവരും ബാക്കി എല്ലാരും ഇത് കാണുന്നു എന്നാണ് അർജുനൻ വിചാരിക്കണം, അർജുനന് തോന്നണത്. എന്താ അത്രയും പ്രകാശാണ് ഭഗവാന്റെ മറ്റൊരു യോഗൈശ്വര്യാണത്. അപ്പൊ അർജുനൻ മാത്രമായിട്ടാണ് ഈ ഒരു ദർശനത്തെ കൊടുക്കാൻ ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ആ ഭഗവാന്റെ പ്രത്യേക യോഗൈശ്വര്യം എന്ന് പറയുന്നത് അതാണ്. അതായത് എനിക്ക് ഈ ഒരു ദർശനം അർജുനന് മാത്രം കൊടുത്താൽ മതി. അങ്ങനെ മാത്രം കൊടുക്കാൻ വേണ്ടി ആ ഒരു യുദ്ധക്കളത്തില് ഭഗവാന് സാധിക്കണം. ഇതിനു മുന്നേ നമുക്ക് ഭഗവാന്റെ യോഗൈശ്വര്യം, ഏറ്റവും വലിയൊരു യോഗൈശ്വര്യം പറയാനുള്ളത്, ഇത്രയും ജനങ്ങളെ യുദ്ധസന്നാഹത്തിനൊക്കെ ആയിട്ട് നിൽക്കണ സമയത്ത് ഈ 700 ശ്ലോകങ്ങള് ഭഗവത്ഗീത ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു. അപ്പം എങ്ങനെയാണ് ഭഗവാൻ അത് സാധിച്ചത്? എല്ലാവർക്കും എത്രയോ കാലം എടുക്കേണ്ട സംഗതികള് കാലസ്വരൂപനായ ഭഗവാൻ അതിനെ കുറച്ച് സമയത്തേക്ക് ആക്കിയിട്ട് അർജുനന് പറഞ്ഞു കൊടുത്ത മാതിരിയാണ് തോന്നുന്നത്. അപ്പം ഭഗവാന്റെ യോഗൈശ്വര്യം അവിടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ. ഇത്രയും വലിയൊരു ഗീത ഈ എന്താ പറയാ യുദ്ധക്കളത്തില് ഭഗവാന് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ഒരു വിശ്വരൂപ ദർശനം ഭഗവാൻ എത്ര എന്താ പറയാ നിമിഷം പോലെ അർജുനന് മാത്രമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒന്നിച്ചുള്ള ഈ ഒരു കാന്തി കാണാനുള്ള ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുന്നേ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ, ദിവ്യ ചക്ഷുസിനെ ഭഗവാൻ അർജുനന് കൊടുത്തത് എന്തുകൊണ്ടാണ്? ഈ ഒരു ശക്തി, അതായത് ഈ ഒരു കാഴ്ച, ഭഗവാന്റെ ഈ ഒരു വിശ്വരൂപ ദർശനം, ഈ 1000 സൂര്യന്മാർ ഉദിച്ചുയർന്നാലുള്ള കാന്തി പോലെയുള്ള അത്രയും അധികം കാന്തിയുള്ള ഭഗവാനെ ദർശിക്കാൻ ഒരു ദിവ്യ ചക്ഷുസ് തന്നെ വേണം അല്ലെ. എങ്ങനെയാ നമ്മള് നട്ടുച്ചയ്ക്ക് മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ ഇത്രയും 1000 സൂര്യന്മാർ എന്ന് പറഞ്ഞാൽ എന്തൊരു പ്രഭാവളയായിരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനന് ഒരു ദിവ്യ ചക്ഷുസ് നൽകി എന്ന് പറയണത്. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ഈ ഒരു വിശ്വരൂപ ദർശനം കണ്ടിട്ട് അർജുനന് എന്താണ് നിശ്ചല്യാണ്ടേ, ആകെ എന്താണ് ഇവിടെ കാണുന്നത്, ഞാൻ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? കൃഷ്ണൻ എന്റെ ബന്ധുവായ, എന്റെ തേരാളിയായ
എന്റെ സഖാവായ കൃഷ്ണനാണോ ഇത് എന്ന് തോന്നിപ്പോവാണ് ആർക്ക്? അർജുനന്. അപ്പൊ ഇനി അടുത്ത ശ്ലോകത്തില് കുറച്ചും കൂടി കാര്യമായിട്ടാണ് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത്. 14 ലോകങ്ങളും 13ാമത്തെ ശ്ലോകത്തില് നമ്മൾ കാണാം. 14 ലോകങ്ങളും ഒരേ സ്ഥലത്തായിട്ട് അർജുനന് തോന്നുന്നുണ്ട്. അപ്പോ ഭഗവാന്റെ ആ ദിവ്യ ദർശനം നമുക്ക് മനസ്സുകൊണ്ട് ആവോളം ദർശിച്ച് ആസ്വദിച്ച് മനനം ചെയ്ത് ഈ വിവരണം നമുക്ക് ഇവിടെ സമർപ്പിക്കാം. ദർശന സൗഭാഗ്യം നേടിയ അർജുനന്റെ ഒപ്പമൊന്നും നമുക്ക് എത്താൻ പറ്റില്ല. എന്നാലും നമുക്കും ഭഗവാന്റെ കണ്ണന്റെ വിശ്വരൂപത്തിന് മുന്നിൽ നമുക്കും നമസ്കരിക്കാം. ഈ ഒരു പ്രത്യേക ഭാഗം ഭഗവാന്റെ വിശ്വരൂപ ദർശനം, ഭഗവാൻ എങ്ങനെയാണ് അവതരിച്ച് കാണിച്ചു കൊടുത്തത് എന്നുള്ള ഈ ഒരു ഭാഗം പറയാൻ ഭഗവാൻ തന്ന ഭാഗ്യത്തിനും സമിതിക്കും നന്ദി പറയുന്നു. ഹരേ നാരായണ, ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു രക്ഷിക്കണേ. നന്ദി. ഹരി ഓം അക്ക. ഹരി ഓം. ഗിരിജക്ക ഹരി ഓം. ഇപ്പോ രണ്ടുപേരും വളരെ മനോഹരമായിട്ട് വിവരിച്ചു തന്നു കഴിഞ്ഞു. നമ്മൾ വിശ്വരൂപ ദർശനം കണ്ടു കഴിഞ്ഞു. ഭഗവാന്റെ വിശ്വരൂപ ദർശനം യശോദാദേവിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കൗരവ സഭയില് ദൂത്, അതായത് കൗരവരും പാണ്ഡവരും ജ്യേഷ്ഠാന്യം മക്കളാണെങ്കിലും അവര് ഒരു കൗരവരുടെ ആ ദുഷിച്ച മനസ്ഥിതി കൊണ്ട് സത്യത്തിൽ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്ന ഒരു പാഠം, നമ്മുടെ ശരീരം ഒന്നുമല്ല, നമ്മുടെ മനസ്സാണ്, നമ്മുടെ ആത്മാവാണ് എല്ലാം എന്ന് നമ്മൾ ഇതിനകത്തുനിന്ന് പഠിച്ചു കഴിഞ്ഞു. പക്ഷെ കൗരവർ അത് പഠിച്ചിട്ടില്ല. മാമക പാണ്ഡവാശ്ച ഇവ എന്നാണ് ധൃതരാഷ്ട്ര പറഞ്ഞത്. ജന്മനാ അന്ധനാണ്, അജ്ഞത കൊണ്ടും അന്ധനാണ്. അതുകൊണ്ടല്ലേ എന്റെ പുത്രർ എന്റേത് മാത്രം എന്ന് കൂട്ടിപ്പിടിച്ചത്, മറ്റുള്ളവരെയൊക്കെ അകത്തിപ്പിടിച്ചത്. അപ്പോൾ അവർക്ക് ഇവരുടെ നടുവിലേക്ക്, കൗരവ സഭയിലേക്ക് ശ്രീകൃഷ്ണൻ ദൂതിനായിട്ട് ചെല്ലുകയാണ്. ആ ചെല്ലുന്ന സമയത്ത് ഇരുപക്ഷത്തെയും എന്താ പറയാ, ന്യൂട്രൽ ആയിട്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആദ്യമേ ദുര്യോധനൻ എല്ലാവരോടും ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൃഷ്ണൻ വരുന്നുണ്ട് കേട്ടോ, ഇതാ പാഞ്ചജന്യത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ശംഖം കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആരും എഴുന്നേൽക്കരുത്. കാരണം ഓരോരുത്തർക്കും ഓരോരോ ശംഖുണ്ട്. ദേവദത്തം, അർജുനനുണ്ട്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ശംഖുണ്ട്. അത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ മുഴക്കിക്കൊണ്ടാണ്. അപ്പോൾ കേട്ടാ മനസ്സിലാവും ആരാണ് വരുന്നതെന്ന് മനസ്സിലാവും. അപ്പൊ ദൂരെ നിന്ന് വരുമ്പോഴേ ശ്രീകൃഷ്ണനാണ് വരുന്നതെന്ന് ദുര്യോധനന് മനസ്സിലായി. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, സഭാവാസികളോട് എല്ലാവരോടും പറഞ്ഞു, ദാ വരുന്നുണ്ട് കേട്ടോ, ആരും എണീക്കരുത്. അങ്ങനെ അങ്ങോട്ട് ഉറച്ചിരുന്നു. ഈ ശംഖു മുഴക്കി കൗരവ സഭയിലേക്ക് കയറിയപ്പോഴേ ആദ്യം എഴുന്നേറ്റത് ദുര്യോധന. അത്രേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആദ്യം എഴുന്നേറ്റത് ദുര്യോധന. പിന്നെ എല്ലാവരും പിന്നെ അങ്ങ് എഴുന്നേറ്റ് നിന്നു. പിന്നെ അവസാനം കുശലമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പതുക്കെ പറഞ്ഞു കൊടുത്തു, 5 ദേശം കൊടുക്കണം, അല്ല പാതി രാജ്യം കൊടുക്കണം, പാണ്ഡവർക്ക് പാതി രാജ്യം കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, പാതി രാജ്യം ഒന്നും അവർക്ക് കൊടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞു വീണ്ടും 5 ദേശം കൊടുക്കണം. 5 ദേശം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അതും പറ്റില്ല. എന്നാ 5 വീടെങ്കിലും കൊടുക്ക് എന്ന് പറഞ്ഞപ്പോൾ അതും തീരെ ഒട്ടും പറ്റില്ല. എന്നാ പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ച് താമസിച്ചോട്ടെ, പ്രജകളല്ലേ, അവർക്ക് ജീവിക്കണ്ടേ, നമുക്കറിഞ്ഞൂടെ നമ്മളെങ്ങനെയാ ജീവിക്കുന്നത്, നമുക്കൊരു വീടില്ലേ എന്നതുപോലെ അവർക്കും ജീവിക്കണ്ടേ. അപ്പൊ ഒരു വീടെങ്കിലും, ഒരു വലിയ വീട് അങ്ങോട്ട് കൊടുത്താൽ മതി, അവരവിടെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ എന്ന് ഭഗവാൻ പറയുകയാണ് ദുര്യോധനോട്. അപ്പൊ പറയാണ്, സൂചി കുത്താൻ ഒരു സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴേ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് ദൂരവ്യാപകമായ ഫലമാണ് ഉണ്ടാവുക, തെറ്റാണ് എന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. എന്ത് തെറ്റ്? കാരണം അവരുടെ കൗരവ സഭയില് ഭീഷ്മ പിതാമഹൻ മുതല് വില്ലാളി വീരന്മാരായിട്ടുള്ള ഇവരെയൊക്കെ പഠിപ്പിച്ച ഗുരു വരെ ഉണ്ട്. എല്ലാവരും ഉണ്ട് അവിടെ. ശല്യര്, ദ്രോണര്, കൃപര് എന്ന് വേണ്ട എല്ലാ മഹാരഥന്മാരും നിറഞ്ഞിരിക്കുക. പിന്നെ അവർക്ക് പേടിക്കണോ? ശ്രീകൃഷ്ണന്റെ സേനകളെ പോലും അങ്ങോട്ട് കൊടുത്തിരിക്കുക, ആയുധങ്ങൾ പോലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ശ്രീകൃഷ്ണൻ മാത്രം പാണ്ഡവർക്കുണ്ട് സ്വന്തം.
അദ്ദേഹം മാത്രമേ ഉള്ളൂ പാണ്ഡവർക്ക്. അങ്ങനെ ഇരിക്കെ ഇതൊക്കെ ഈ ദുര്യോധനൻ അറിയാം. അപ്പൊ അഹങ്കാരിയായിട്ട് അങ്ങനെ പറയാണ്, അവർക്കൊന്നും ഒന്നും കൊടുക്കാൻ പറ്റില്ല, സൂചി കുത്താൻ പോലും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ വാഗ്വാദമായി. അപ്പൊ പറയുന്നുണ്ട്, എന്താ പറയാ, ഇതൊന്നും ശരിയായ രീതിയല്ല. അപ്പൊ പറയാണ്, ഇവര് പാണ്ഡുവിന്റെ മക്കളല്ല എന്ന് പറഞ്ഞു കൊടുത്തപ്പോ പറഞ്ഞു, നീയും അവരുടെ മക്കളല്ല എന്ന് പറയുകയാണ്. ഇങ്ങനെയെല്ലാം ആകെ തർക്കം വന്നു. അവസാനം പിടിച്ചു കെട്ടണമെന്നായി, ഭഗവാനെ പിടിച്ചു കെട്ടണമെന്നായി. എന്നാ പിടിച്ചു കെട്ടാനും പറഞ്ഞ് കൈ കൊടുക്കുകയാണ്. ഇങ്ങനെ രണ്ട് കൈ ഇങ്ങോട്ട് കൊടുക്കുകയാണ്. കെട്ടിക്കോ. എന്നിട്ട് കയറും കൊണ്ട് ഇങ്ങനെ പാഞ്ഞു നടന്ന അവസാനം എന്തായി വന്നു? വിശ്വരൂപ ദർശനം അവിടെ വന്നു. ആകാശമുട്ടെ വലിപ്പമായി, വലിയ എല്ലാവിധ ആയുധങ്ങളോടും എല്ലാവിധ രൂപങ്ങളോടും ഈ പറയപ്പെട്ട എല്ലാ വസ്തുക്കളും എല്ലാ സംഗതികളും അവിടെ ഉണ്ടായി. അങ്ങനെ കാണിക്കുമ്പോൾ ആരാ കണ്ടെന്ന്? കണ്ണു പൊട്ടനായിട്ടുള്ള ധൃതരാഷ്ട്രക്ക് കണ്ണു കൊടുത്തു. അദ്ദേഹമാണ് വന്ന് കാണുന്നത്. അങ്ങനെ കണ്ടു. അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കണേ, ഈ കൗരവ സഭയില് ഒരു സ്ത്രീയെ വലിച്ചിഴച്ചു കൊണ്ടുവന്നു വസ്ത്രാക്ഷേപം ചെയ്തു. ഇതാ നാളെ മാർച്ച് 8. ഇപ്പൊ നോക്കൂ, സ്ത്രീകളുടെ ലോക വനിതാ ദിനമാണ്. അപ്പൊ ഞാനിത് പറയുന്നതെന്ന് പറയുന്ന അന്ന് മുതലേ സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള ദൂഷ്യങ്ങളൊക്കെ ക്രൂരരായ ആളുകളിൽ നിന്നാണ്, നല്ലവരായ ആളുകളിൽ നിന്നും ഒന്നും സംഭവിച്ചിട്ടില്ല. ക്രൂരരായ ആളുകളിൽ നിന്നും സ്ത്രീകൾക്ക് അങ്ങനെയുള്ള വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൗരവ സഭയിൽ വലിച്ചിഴച്ചു കൊണ്ടുവന്നിട്ട് വസ്ത്രാക്ഷേപം ചെയ്യാണ് രജസ്വലയായ പാഞ്ചാലിയെ. ഒന്ന് ആലോചിക്കണം. വളരെ വളരെ വേദനാജനകമായ അവസ്ഥയാണ് ഇപ്പോഴും. അതായത് ദ്വാപരയുഗത്തിൽ നടന്നതാണ്, അത് കഴിഞ്ഞ് എത്രയോ വർഷങ്ങളായി. എന്നാലും അതിന്റെ ആ ഒരു കാഠിന്യം മനസ്സിൽ നിന്ന് പോകുന്നില്ല. അത് അനുഭവിക്കുന്ന ഒരു വേദന നമുക്കൊക്കെ ഉള്ളിന്റെ ഉള്ളിലുണ്ട് അല്ലേ? അതും ക്രൂരരായിട്ടുള്ള, വളരെ കടിയന്മാരായിട്ടുള്ള, ഭീകരന്മാരായിട്ടുള്ള, രാക്ഷസർക്ക് തുല്യമായിട്ടുള്ള ദുശാസനാണ് വലിച്ചഴിച്ചു കൊണ്ടുവരുന്നത്. വലിച്ചടിച്ച് കുത്തി ചവിട്ടി കൂട്ടിയാണ് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒറ്റ വസ്ത്രധാരിയായിട്ട് ആ പാഞ്ചാലിയെ കൊണ്ടുവന്ന് വലിച്ചഴച്ച് കൗരവ സഭയിൽ കൊണ്ടുവന്ന് നിർത്തുക. അന്നേരമാണ് ചോദിക്കുന്നത്, ആരാണ് ഇതിന് ന്യായമെന്ത്? ഇത് ഭീഷ്മ പിതാമഹനോട് ചോദിക്കുന്നുണ്ട്, ഇതിന്റെ ന്യായം എന്താ? ഇതെന്തിനാണ് ഇങ്ങനെ കൊണ്ട് ചെല്ലുന്നത്? ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? ഇതുകൊണ്ട് എന്താ നേട്ടം എന്ന് ചോദിച്ച അവസാനം എന്താണ്? ഭഗവാനെ വിചാരിച്ചപ്പോൾ ഇഷ്ടം പോലെ ചേലയാണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് ആ അപമാനത്തിൽ നിന്ന്, ആ നാണത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇതൊന്ന് ഓർമ്മിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഇവരിതെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്, അതുകൊണ്ട് ഇതൊന്ന് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. പണ്ട് ദക്ഷയാഗം സതി, ഭഗവാൻ പരമശിവന്റെ ഭാര്യയായിട്ടുള്ള സതീദേവി ഭാഗം ചോദിച്ച് ദക്ഷന്റെ അടുക്ക ചെന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെയും ഭാഗത്തിന് വേണ്ടി, ഇവിടെയും ഭാഗത്തിന് വേണ്ടിയാണ്, പാണ്ഡവരുടെ അടുക്കലും ഭാഗത്തിന് വേണ്ടിയാണ് അല്ലെ? അതുപോലെ തന്നെ അവിടെയും ഭാഗത്തിന് വേണ്ടിയാണ് അവസാനം ആത്മാഹൂതി ചെയ്യുകയാണ് ചെയ്തത്. ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. നമ്മൾ മുന്നോട്ട് പോകുന്തോറും നമ്മൾ ഇതിന്റെ പ്രാധാന്യം വളരെ വലുതായിട്ട് കാണുന്നുണ്ട്. ഭഗവാൻ എല്ലാ സ്ഥലങ്ങളിലും എല്ലായിടത്തും ആപത് ബാന്ധവനായിട്ട് എല്ലാവരെയും രക്ഷിച്ചു പോവുകയാണ്. വിശ്വരൂപ ദർശനം അങ്ങനെ മൂന്നാമത് അർജുനന് കാട്ടിക്കൊടുത്തു. അർജുനന് വളരെ വളരെ തളർന്ന് ബന്ധുക്കളെ എല്ലാം അത് എന്റേതെന്ന് അർജുനൻ വിചാരിച്ചിട്ടാണ്. കാരണം ലക്ഷ്യം മാർഗത്തെ മുടക്കില്ല എന്നാ പറയുന്നത്. ലക്ഷ്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് പറയുന്നത്. അതായത് എന്റേതെന്ന് വിചാരിച്ചാൽ നമുക്ക് ഒന്നും നടക്കില്ല. എന്റെ ശരീരം, എന്റെ കാല്, എന്റെ കൈ എന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. നമ്മൾ ആ യഥാർത്ഥ സമയത്ത് യഥാർത്ഥ രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ അങ്ങനെ അർജുനന് കാട്ടിക്കൊടുത്ത രൂപമാണ് നമ്മൾ ഇത് കാണുന്നത്. നമ്മൾ ഇത് എല്ലാവരും കണ്ടതുപോലെ തന്നെ ഇവരെല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതൽ ഒന്നും എനിക്ക് പറയാനില്ല. ഞാൻ ഈ രണ്ട് കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്ന ഇതിന്റെ ഭാരവാഹികൾ SPYS പ്രത്യേകം നന്ദിയും നമസ്കാരവും. ഹരിയോം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത്
കരോമി യത്യൈ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഹരി ഓം. ഇന്നത്തെ ഭഗവത്ഗീത അധ്യയനം ഇവിടെ പൂർണ്ണമാകുന്നു. ആദ്യമായി ധ്യാന ശ്ലോകം വളരെ ഭംഗിയായി ചൊല്ലിയ സരിത അക്കയ്ക്ക് ഈ സമിതിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. വളരെ സ്പഷ്ടമായും മനോഹരമായും ചാൻഡിങ് ഗൈഡൻസ് നൽകിയ ഗിരിജ അക്കയ്ക്കും അതേപോലെ തന്നെ വളരെ നന്നായി റെപ്പിറ്റേഷൻ ചെയ്ത ഉഷാക്കെ അക്കയ്ക്കും വനജ അക്കയ്ക്കും സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി പറയുന്നു. ഈ ശ്ലോകങ്ങളുടെ എല്ലാം വിശദീകരണം വളരെ മനോഹരമായും സ്പഷ്ടമായും വിവരിച്ചു തന്ന രമ അക്കയ്ക്കും ഗംഗ അക്കയ്ക്കും ഗിരിജ അക്കയ്ക്കും ഈ സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. ബാക്കപ്പിൽ ചാൻഡിങ്ങിന് റെഡിയായി വന്ന ഉഷാമാധവൻ അക്കയ്ക്കും എക്സ്പ്ലനേഷന് റെഡിയായി വന്ന ഗിരിജ അക്കയ്ക്കും സമിതിയുടെ പേരിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാത്തിലും ഉപരി ഈ സംരംഭത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിന്ധു അക്കയ്ക്കും മുഖ്യ ശിക്ഷകനായ ഗോപണ്ണനും സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും കൂടാതെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ യോഗബന്ധുക്കളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുനേന അക്കയ്ക്കും അക്കയുടെ റോൾ വീഡിയോ എഡിറ്റിംഗ് എല്ലാം വളരെ കൃത്യതയോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അക്കയ്ക്കും ഈ സമിതിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ യോഗബന്ധുക്കൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. എനിക്ക് ഇന്നിവിടെ ആങ്കറിംഗ് ചെയ്യാൻ അവസരം തന്ന സമിതിയോടും ഇതിന്റെ ഭാരവാഹികളോടും പ്രത്യേകം നന്ദി പറയുന്നു. ഹരി ഓം. ലോകകല്യാണ മന്ത്രം ചൊല്ലാം. നേരെയിരിക്കാം. കൈകൾ നമസ്കാര സ്ഥിതി. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.